വാടാ ഇങ്ങോട്ട്. സാർ സാറേ നടക്കണം അങ്ങോട്ട്. വാടാ. സാർ ഇവനാ സാർ ബാഗ് പിടിച്ച് വരച്ചത്. നീ ബാഗ് മോഷ്ടിക്കല്ലടാ. അവന്റെ ഒരു മോഷണം. സാർ സാർ വേണ്ട സാറേ, സാറേ എന്താ സാറേ മൊബൈല് കണ്ട ആ ബാഗിൽ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. എന്നിട്ട് ആ ബാഗ് നീ എന്ത് ചെയ്തു? ആ ബാഗ് ഞാൻ ആ കാട്ടിക്കളഞ്ഞു. ഇത് നിന്റെ സ്ഥിരം പരിപാടിയല്ലടാ? അല്ല സാറേ. അല്ല, നീ ഈ ഏരിയയിൽ പുതുമുഖമാണല്ലോ. എവിടെ നിന്റെ നാട്? കൊല്ലത്താ സാറേ. ആ ഫസ്റ്റ് ആ ട്രോഫി അങ്ങോട്ട്. എടോ സാർ, ഇവരെ പിടിച്ച് അകത്തിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ട് വിട്ടാൽ മതി. കേസ് ഫയൽ ചെയ്യണ്ടേ സാറേ? തൊണ്ടി മുതൽ കിട്ടിയല്ലോ. ഇനി ഇവന്റെ പേരിൽ വേറെ വല്ല കേസും ചാർജ് ചെയ്യാം. ചതിക്കില്ല മേഡം. ആ കൊണ്ടു സാറേ സാറേ, ഞാൻ ആവർത്തിക്കില്ല സാർ. അയാളെ ഒന്നും ചെയ്യേണ്ടത് എത്തേട്ടാ. ഏയ് ഒന്നും ചെയ്യില്ല. കർക്കിടക തിരുമലൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇറക്കി വിടും. ആ എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കോ. ശരി. അതെ, ഞാൻ പറയുമ്പോ തന്നെ തിരിഞ്ഞു നോക്കരുത്. എന്റെ കൂടെ ബെഞ്ചിലിരുന്ന പർദ്ദയിട്ട സ്ത്രീ ഉണ്ടല്ലോ, ഭയങ്കര ജാടക്കാരിയാ. ഞാൻ എന്താ ചോദിച്ചപ്പോ അവര് തറുതല പറഞ്ഞു. ഈശ്വര, ഇവനെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായോ? വാ. പോം. ഇല്ലില്ല. ആ അത് സാരമില്ല, ഞാൻ എന്താ പുറപ്പെട്ട് കഴിഞ്ഞു. ആ അത് കുഴപ്പമില്ലെന്നേ, ഞാൻ ഇറങ്ങുക. ആ ഇല്ലില്ല, ഇല്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ആ ഇല്ലില്ല, ലേറ്റാവില്ല, ഞാൻ ഇറങ്ങി. ആ ആ അതൊക്കെ ഓക്കെയാണ്. അതെ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. എന്താ അമ്മേ? സാറേ, എന്റെ മോന്റെ ജാമ്യത്തിന്റെ കാര്യം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല സാറേ. ഒരു തെറ്റും ചെയ്യാതെ എന്റെ ചെറുക്കൻ, എനിക്ക് അവനല്ലാതെ വേറെ ആരുമില്ല സാറേ. വക്കീലെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മയുടെ മോൻ ഇന്ന് തന്നെ ജാമ്യം കിട്ടും. വലിയ ഉപകാരം സാറേ. വക്കീലിന് ഫീസ് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല സാറേ. ആ അതൊക്കെ ഞാൻ കൊടുത്തോളാം. അമ്മ വീട്ടിലേക്ക് വെക്കും, അവൻ വൈകിട്ടങ്ങ് വരും. വലിയ ഉപകാരം സാറേ. സാറിനെ ദൈവം രക്ഷിക്കട്ടെ. അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ല സാറേ. എനിക്ക് എന്റെ ചെറുക്കനെ ഒന്ന് കണ്ടാ മതി. സാർ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് ഫോട്ടോ കയറ്റി വിടണം. വന്നോളൂ. പോയിക്കോട്ടെ സാറേ.
ആ അത് കുഴപ്പമില്ല. ആ 10 മണിയല്ലേ, ഞാൻ എത്തിക്കോളാം. ആ ശരി. അയ്യോ, നിങ്ങളുടെ കാര്യം മറന്നുപോയല്ലോ. SP സാർ ഇപ്പോഴാണല്ലോ അങ്ങോട്ട് പോയത്, കണ്ടില്ലായിരുന്നു അല്ലേ? ഇവിടെ 100 കൂട്ടം തിരക്കല്ലേ, അതിനിടയിൽ വിട്ടുപോയതാ. അളിയൻ വന്നെന്ന് തോന്നുന്നു. ആ അളിയന് നേരത്തെ ആണല്ലോ. ആ അതേടാ നേരത്തെ നീ വളം വെച്ച് കൊടുക്ക്. നാളെ മുതല് നിന്റെ അളിയൻ ഇതിലും വൈകി വരട്ടെ. ഈ ചേച്ചിക്ക് തന്നെ എന്താണ് ഭാര്യ, ഇന്ന് ഭയങ്കര മുൻകോപത്തിലാണല്ലോ. അതെ, എന്താ? അയ്യോ ഒന്നുമില്ലേ, വല്ലാത്ത തലവേദന. നീ പോയി ഒരു കടുപ്പത്തിൽ ചായ ഇട്ടോ. ഈ നേരത്തെ ചായയോ? തലവേദനയ്ക്ക് നേരം കാലം ഉണ്ടോ അമ്മി? നീ ചെല്ല്. എന്തെല്ലാം ചോദ്യങ്ങളാ. ആ ഇന്നത്തെ സംഭവങ്ങൾ വലുതും നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തു പറ്റി? പൂജ ഇല്ല. എന്നാ പിന്നെ ആരോടും പറയാൻ നിൽക്കണ്ട. എന്താളിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൂജ കുറ്റപ്പെടുത്താൻ ഇങ്ങനൊരു സന്ദർഭം വീണ് കിട്ടിയാ നിന്റെ പെങ്ങൾ വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഉത്തരവാദിത്തമില്ലാതെ മൊബൈൽ ഫോൺ വഴി കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് അവളിവിടെ വിപ്ലവം ഉണ്ടാക്കും. ചിലപ്പോൾ സ്നേഹ കൂടുതലുകൊണ്ട് മുത്തശ്ശി അത് ഏറ്റുപിടിച്ചു എന്ന് വരും. വെറുതെ എന്തിനാ ഒരു കശപിച്ച? ഇതിപ്പോ നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ അളിയനും കൂടെ ഒരു ഭീകര ചർച്ച? ഏയ് ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ വരുമ്പോ ഇവരിവിടെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ ചുമ്മാ കൊച്ചു വർത്താനം പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നു. എന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കൊച്ചു വർത്താനമാണോ? ഏയ് സ്റ്റേഷനിലെ ഓരോ തമാശകള്. ആ അതെ അതെ, ഈ സ്റ്റേഷൻ മുഴുവൻ തമാശകളാ. അതിന് നീ എപ്പോഴാ സ്റ്റേഷനിൽ പോയേ? അതിന് ഞാൻ പോണോന്നില്ലല്ലോ. ദത്തേട്ടൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പിന്നെ സിനിമയിലൊക്കെ നമ്മൾ എപ്പോഴും പോലീസ് സ്റ്റേഷൻ കാണുന്നതല്ലേ അല്ലേ ദത്തേട്ട? ആ അതെ അതെ. തലവേദനയാണെന്നല്ലേ പറഞ്ഞ. ദത്തേട്ടൻ ചായ കുടിക്ക്. ഈ പോലീസ് എന്ന് വെച്ചാലേ ഒരു സംഭവം തന്നെയാ. ആ തുടരുന്ന സിനിമയിൽ ഇന്നാളെ ജോർജ് സാറിനെ കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. പക്ഷെ അയാളെ പോലെ ക്രൂരനൊന്നും അല്ല ദത്തൻ. എന്നാര് പറഞ്ഞു? പ്രതികളെ കയ്യിൽ കിട്ടിയ അടിച്ച് ഇഞ്ച പരുവത്തിലാക്കും ദത്തേട്ടൻ അല്ലേ ദത്തേട്ടാ? അല്ല ഞാനൊരു ഇടിയും പോലീസാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് ഇന്നാളെ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞേ? അപ്പോ അളിയൻ എന്റെ പെങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആക്ഷൻ ത്രില്ലർ ആണല്ലേ? പോടാ അവിടുന്ന്. പോലീസ് എന്ന് പറഞ്ഞ ആണും പെണ്ണും എല്ലാം കണക്കാ. അതെന്താടി? അല്ല പെണ്ണുങ്ങളൊട്ടും മോശമല്ല. തലയില് തൊപ്പിയുണ്ടെങ്കി അവരാരെ അടിക്കും. ഇവരുടെ സ്റ്റേഷനിലെ ആ SI സുജാതെ കള്ളന്മാരൊക്കെ എടുത്തിട്ട് ചാമുന്നൊന്ന് കാണണം. എന്താ ദത്തേട്ടാ? അല്ല ഈ സുജാതയുടെ കാര്യം. ആഹാ, ദത്തേട്ടൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അളിയനല്ലാതെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് വീട്ടിൽ പറയും. ഈ പെണ്ണുങ്ങളുടെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അത് അപാരം. അവസരങ്ങൾ വരുമ്പോ എടുത്തങ്ങ് ഉപയോഗിച്ചോളൂ. ശരിയാ. ദത്ത ജോലി ചെയ്ത് മുഴിഞ്ഞു വന്നല്ലേ, പോയി കുളിച്ചിട്ടോ ആഹാരം കഴിക്കണ്ടേ? ഇവക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. വർത്താനത്തിലും പെരുമാറ്റത്തിലുമല്ല എന്തോ ഒരു കുഴപ്പം പോലെ. അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നാ. ആമി ചേച്ചിക്ക് അതിന് ഏത് കാലത്ത് ആ സ്ഥിരബുദ്ധി ഉണ്ടായിരുന്നത്? വെളച്ചിൽ പറയാതെ